പൾസർ സുനിയുടെ ജയിലിലെ ഫോൺ വിളി സംബന്ധിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജില്ലാ ജയിൽ സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സിബി ചേരുന്നുണ്ട്. സിബി, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ നീക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. സോമി, ഈ പൾസർ സുനി ഈ കാക്കനാട് ജയിലിൽ നിന്നും പുറത്തേക്ക് വിളിച്ചുള്ള എല്ലാ ഫോൺ വിളികളും സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ശേഖരിക്കാൻ കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിന് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ട് കാക്കനാട് ജയിലിൽ വെച്ച് പൾസർ സുനിയും അവർ സഹതടവുകാരും വിളിച്ച എല്ലാ ഫോൺ വിളികളും സംബന്ധിച്ച് അന്വേഷണം നടത്തും. കാരണം കഴിഞ്ഞ ദിവസം വിഷ്ണു പൾസർ സുനിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു തടവുകാരൻ വിഷ്ണുവാണ് ഷൂസിൽ ഒളിച്ചു കിടത്തിക്കൊണ്ട് ഈ മൊബൈൽ എത്തിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ മൊബൈൽ ഉപയോഗിച്ചാണ് നാദിർഷയും ദിലീപിനെയും അടക്കമുള്ളവർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്നും കണ്ടെത്തിയിരുന്നു. ഇത് പൾസർ സുനി തന്നെയാണ് നാദിർഷയും അതോടൊപ്പം തന്നെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും വിളിച്ചതെന്നും പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് എങ്ങനെയാണ് ഈ മൊബൈൽ ഫോൺ ജയിലിൽ എത്തിയതെന്നും ഈ ഫോൺ വഴി ഫോണിലൂടെ എത്ര പേരെ വിളിച്ചു എന്നുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ പരിശോധിക്കാനാണ് വിശദമായ ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഫോൺ ഇത് ചൈനീസ് നിർമ്മിത ഫോണാണെന്നും ഇതിലുള്ള ഈ ഫോണിൽ ഉപയോഗിച്ചിരുന്ന സിം തമിഴ്നാട്ടിലെ ഒരു വ്യാജ വിലാസത്തിൽ എടുത്തതാണെന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇതിനു മുമ്പ് ഈ പൾസർ സുനിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സഹതടവുകാരൻ ജിംസണും നേരത്തെ പറഞ്ഞിരുന്നു പൾസർ സുനി ജയിലിൽ മൊബൈൽ ഉപയോഗിച്ചിരുന്നതായും. മാത്രമല്ല പൾസർ സുനി ജയിലിലെത്തി ഉടൻ തന്നെ ഈ പൾസർ സുനിക്ക് ഫോണും ലഭ്യമായിരുന്നു. ഈ ഫോൺ വഴിയാണ് പൾസർ സുനി വിളിച്ചതിന് സാക്ഷിയായും ജിംസൺ പെരുമ്പാവൂർ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലെല്ലാം കൂടിയാണ് ഒരു ഗുരുതരമായ ഒരു വലിയ തെറ്റ് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങൾ ജയിൽ നൽകിയത് മതിയാവും. ഈ ഒരു സാഹചര്യത്തിലാണ് കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സോമി, സിബി, സംഭവവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന എന്ന കാര്യത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ സുനി വിളിച്ചുവെന്ന് പറയുന്ന ഫോണിന്റെ സിമ്മും കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അതിൽ അന്വേഷണം കൂടി വരുമ്പോൾ ഈ ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ ആളുകളുമായുള്ള ബന്ധമൊക്കെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് പോലീസ് ഈ ഘട്ടത്തിൽ കരുതുന്നുണ്ടോ? തീർച്ചയായും ഈ സംഭവം ബന്ധപ്പെട്ട് ഗൂഢാലോചന തന്നെയാണ് നടന്നതെന്നാണ് പോലീസിന്റെ ഇപ്പോൾ ഒരു നിഗമനം. കാരണം ദിലീപും നാദിർഷയും ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ തങ്ങളുടെ പേരുകൾ വലിച്ചൊഴിച്ചില്ലെങ്കിൽ 1.5 കോടി രൂപയോളം ഒരു പണം നൽകണമെന്ന് ഭീഷണി ഉയർത്തിയെന്നാണ് ഇവർ പ്രധാനമായും ആരോപണം ഉന്നയിച്ചത്. കഴിഞ്ഞ ഈ ഏപ്രിൽ 20-നാണ് ഇങ്ങനൊരു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയും ഈ മൊബൈൽ ഫോൺ ഉപയോഗം സംബന്ധിച്ച് ഇവർ ജയിലിൽ പൾസർ സുനി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നതും കണ്ടെത്തിയത്. തീർച്ചയായും ഒരു പുറത്തുനിന്നുള്ള ഒരു സഹായം ലഭിക്കാതെ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ എത്തിക്കുകയോ അല്ലെങ്കിൽ പൾസർ സുനി ഇപ്പോൾ വീണ്ടും ആദ്യം ഒരു കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ വീണ്ടും ദിലീപിനെ ഉൾപ്പെടെയുള്ളവരെ ഈ കേസിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് വീണ്ടും ഈ കേസിന്റെ ഗതി മാറ്റിവിടാനാണോ ശ്രമിക്കുന്നതെന്നും പോലീസ് കരുതുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ മൊഴികൾ അല്ലെങ്കിൽ ഈ പൾസർ സുനി അയച്ച കത്തിന്റെ വിശ്വാസം എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം ചില ആളുകളെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രധാന തെളിവായി ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ വിളികളുടെ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ കത്തിന്റെ വിശ്വാസതയും അല്ലെങ്കിൽ കത്തിലെ വിവരങ്ങൾ ശരിയാണോ എന്നുള്ളതും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം കൂടി പരിശോധിച്ച ശേഷമാകും എന്തായാലും ഈ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല ദിലീപിന് നൽകിയ പരാതിയിലെല്ലാം മറിച്ച് കേസിന്റെ ഗൂഢാലോചന സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷിക്കുന്നതെന്ന് റൂറൽ SP ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. സോമി, ഒപ്പം സിബി, ഇപ്പോൾ നടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ദിലീപിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വീണ്ടും മൊഴിയെടുത്തതെന്ന് പറയുന്നു. അതിലുള്ള സ്ഥിരീകരണം എങ്ങനെയാണ്?
ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ പോലും നടിയുടെ മൊഴി രേഖപ്പെടുത്തി എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 പേരടക്കമുള്ള പ്രതികളായിക്കൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പുതിയ സംഭവ വികാസങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. മാത്രമല്ല ദിലീപുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ പൾസർ സുനി അയച്ച കത്തുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് പുതിയ സംഭവ വികാസം ഉണ്ടായ സ്ഥിതിക്ക് വീണ്ടും ഈ കൊച്ചിയിൽ നടിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ നടി എല്ലാം തുറന്നു പറഞ്ഞു, അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങളും തന്റെ മാനസികാവസ്ഥയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് നൽകിയ മൊഴിയിൽ എല്ലാം നടി തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമാ രംഗത്ത് ഉണ്ടായ തന്റെ പ്രതിസന്ധികളും എല്ലാം ഈ നടി തുറന്നു പറഞ്ഞതായും പറയുന്നു. 1 മാസം മുമ്പാണ് നടിയുടെ മൊഴി എടുത്തതെന്നും ഉള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നടിയുടെ മൊഴി രേഖപ്പെടുത്താനാണ് സാധ്യത. സോമി, സിബി, പൾസർ സുനി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അറിയുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഈ 1.5 കോടി രൂപ ആവശ്യപ്പെടുന്നത് അനുസരിച്ചുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. കൃത്യമായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ നടിയുടെ മൊഴി എടുക്കുമ്പോൾ അത്തരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമോ? തീർച്ചയായും ഈ പൾസർ സുനി ഈ കാക്കനാട് ജയിലിൽ നിന്നും ദിലീപിനെ അയച്ചു എന്ന് പറയപ്പെടുന്ന കത്തിൽ പ്രധാനമായി പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപിന് വ്യക്തമായ ഒരു അല്ലെങ്കിൽ ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് പൾസർ സുനി ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ആ കത്തിന്റെ വിശ്വാസത നമുക്ക് പിന്നീട് അറിയാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഈ കത്തിനെ ആധാരമാക്കി പറഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് ദിലീപും പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നും ഈ കേസിൽ തനിക്ക് ലഭിക്കാവുന്ന അല്ലെങ്കിൽ തനിക്ക് വാഗ്ദാനം ചെയ്ത പണം ആവശ്യപ്പെട്ടാണ് പൾസർ സുനി പ്രധാനമായും ഈ കത്തയച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ചില കാര്യങ്ങൾ താൻ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല, എല്ലാം താൻ ഒളിച്ചു വെച്ച് അല്ലെങ്കിൽ എല്ലാം താൻ മറച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ദിലീപ് പറഞ്ഞ രീതിയിൽ പണം തനിക്ക് ഒരു 5 മാസം കൊണ്ടെങ്കിലും തനിക്ക് തന്നു തീർക്കണം എന്ന രീതിയിൽ ഈ കത്തിലൂടെ പൾസർ സുനി പറയുന്നുണ്ട്. മാത്രമല്ല ജോർജേട്ടൻസ് പൂരം എന്ന സിനിമ വരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സൗണ്ട് തോമ ഉൾപ്പെടെ ജോർജേട്ടൻസ് പൂരം എന്ന സിനിമ വരെയുള്ള കാര്യങ്ങളൊന്നും താൻ തുറന്നു പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കൂടാതെ കാക്കനാട് ഒരു ഷോപ്പിൽ താൻ വന്നിരുന്നു, താൻ ഒളിവിലായിരുന്ന സമയത്ത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ കത്തിലൂടെ പൾസർ സുനി പറയുന്നുണ്ട്. ഈ കത്തിൽ പ്രധാനമായും ദിലീപിന് വ്യക്തമായ ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കാൻ വിധത്തിലുള്ള ഒരു കത്താണ്. ഇത് പൾസർ സുനി ബോധപൂർവ്വം എഴുതിയതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ദിലീപ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഈ പൾസർ സുനി എന്ന ആളെ അറിയുക പോലും ഇല്ല എന്നുള്ളതാണ്, താൻ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഈ കാര്യമെല്ലാം വെച്ച് പരിശോധിക്കുമ്പോഴാണ് ഈ നടി ഒരു പരാതി ചിലപ്പോൾ നൽകിയേക്കുമെന്നൊരു സൂചന നമുക്ക് വരുന്നുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാ സംഭവ വികാസങ്ങളും ആകെ തകരം മറിക്കുന്ന അല്ലെങ്കിൽ പോലീസും തന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോമി, സിബി, പൾസർ സുനിയുടെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടി ഇതുമായി ഈ സിമ്മിൽ നിന്ന് മറ്റ് ആൾക്കാരെ വിളിച്ചതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഈ സിം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിലെ ഒരു വ്യാജ വിലാസം വഴി എടുത്ത സിമ്മാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഉപയോഗിച്ചിരുന്നത് ചൈനീസ് മൊബൈലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഈ ജയിലിനുള്ളിൽ പ്രവേശിപ്പിച്ചത് ജയിലിനുള്ളില് വിഷ്ണു എന്ന മറ്റൊരു സഹതടവുകാരൻ ഷൂസിൽ ഒളിപ്പിച്ചാണ് ഈ ജയിലിനുള്ളിൽ ഈ പൾസർ സുനിക്ക് മൊബൈൽ ഫോൺ എത്തിച്ച് നൽകിയതെന്നും അറിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ആ മൊബൈൽ ഫോൺ വഴി ഉപയോഗിച്ച കോളുകൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ പരിശോധനയിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. ഇവർ വിളിച്ചു എന്ന് അല്ലെങ്കിൽ നാദൃശ്യയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും വിളിച്ചത് ഈ ഫോണിൽ നിന്ന് തന്നെയാണോ എന്നും പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കാര്യത്തിലെല്ലാം ഇനി വരും മണിക്കൂറുകൾ മാത്രമേ ഇതിന് നമുക്ക് വ്യക്തത കൈവരികയുള്ളൂ. സോമി, പൾസർ സുനിയുടെ ജയിലിലെ ഫോൺ വിളി സംബന്ധിച്ച് അന്വേഷണത്തിന് തീരുമാനമായിരിക്കുന്നു. ജില്ലാ ജയിൽ സൂപ്രണ്ട് അന്വേഷണം നടത്തും. അതേസമയം തന്നെ ആക്രമിക്കപ്പെട്ട നടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. പൾസർ സുനി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് അറിയുന്നത്. സിബിയാണ് വിവരങ്ങൾ നൽകിയത്.